തന്നെ ഞങ്ങളുടെ അടുത്ത അവാർഡ് നൽകുന്നതിന് പ്രശംസാപത്രം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജർ ഫോർ HHYS ഇൻഫ്രാമാർട്ട് ഞങ്ങളുടെ മെയിൻ സ്പോൺസേഴ്സിൽ ഒരാൾ കൂടിയാണ് മിസ്റ്റർ അബ്ദുൾ മനാഫ്. അദ്ദേഹത്തെ സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. കേരള വിഷന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ നൌഷാദ് സാറിനെ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് സെക്രട്ടറി COA ആണ്. ആൻഡ് ഈ ഒരു അവാർഡ് ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ്. ഇത് നേടിയിരിക്കുന്നു റോയൽ ഡയറി ആൻഡ് ഐസ്ക്രീം മൈലാപ്പൂർ ഉമയനല്ലൂരാണ്. ആൻഡ് ആദ്യം നമുക്ക് അവരുടെ പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കാം. റോയൽ ഡയറി ആൻഡ് ഐസ്ക്രീം പ്രതിസന്ധിയുടെ ആഴക്കയത്തിൽ മുങ്ങിത്താണുപോയ കഫേ കോഫി ഡേ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഷോപ്പ് ശൃംഖലയുടെ ഉടമ പാതിവഴിയിൽ പിന്മാറിയപ്പോൾ അതേറ്റെടുത്ത് പുതുജീവൻ നൽകിയ അദ്ദേഹത്തിന്റെ പത്നി മാളവിക ഹെഗ്ഡെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ത്രീശക്തിയുടെ പ്രതീകമായി മാറിയ കഥ നമ്മൾ കേട്ടതാണ്. കൊല്ലം ഉമയനല്ലൂരിൽ ആ ഇച്ഛാശക്തിയെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വനിതയുണ്ട്, ഹസീന ബീവി. ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് 2017 തുടങ്ങിയ ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. 2019 പ്രവർത്തനം അവസാനിപ്പിക്കുകയും ഹസീനയുടെ ഭർത്താവ് ജീവിതമാർഗം തേടി സൗദി അറേബ്യയിലേക്ക് പോകുകയും ചെയ്തു. നഷ്ടത്തിൽ പൂട്ടിക്കെട്ടിയ സ്ഥാപനം ഹസീന ഏറ്റെടുത്ത് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ അടക്കം സംരംഭകർക്കുള്ള ഒട്ടനവധി ട്രെയിനിംഗ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് കൂടുതൽ അറിവ് നേടി. പ്രകൃതിദത്തമായ പഴവർഗ്ഗങ്ങളിൽ നിന്നും പാലിൽ നിന്നും എങ്ങനെ നിലവാരമുള്ള ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് പഠിച്ചെടുത്തു. ഒരിക്കൽ നഷ്ടത്തിന്റെ താഴുവീണ ഹസീനയുടെ സ്ഥാപനത്തിൽ ഇന്ന് 10ഓളം സ്ത്രീകൾ ജോലി ചെയ്യുന്നു. മികച്ച വിറ്റുവരവുണ്ട് എന്ന് മാത്രമല്ല, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം എന്നീ 4 ജില്ലകളിൽ ഇവരുടെ ഐസ്ക്രീം മൊത്തമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുമുണ്ട്. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ തണലിൽ സ്ത്രീ ശാക്തീകരണം എങ്ങനെ സാധ്യമാകുന്നു എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ഹസീനയുടെ റോയൽ ഡയറി ആൻഡ് ഐസ്ക്രീം എന്ന സ്ഥാപനം. അഭിനന്ദനങ്ങൾ. റോയൽ ഡയറി ആൻഡ് ഐസ്ക്രീമിനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് അണിയിക്കുന്നത് സുരഭി ലക്ഷ്മിയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രശംസാപത്രം സമർപ്പിക്കും. പ്രശംസാപത്രം സമർപ്പിക്കുന്നത് നമുക്കിവിടെ ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ക്ലയൻസിൽ ഒന്നായ HHYSന്റെ ഇൻഫ്രാമാർട്ടിനാണ്. പ്ലീസ് നമ്മൾക്ക് റോയൽ ഫുഡ് ആൻഡ് ഐസ്ക്രീംസിനെ ഡയറി ആൻഡ് ഐസ്ക്രീം നമുക്കിവിടെ ഇത് ചെയ്യാം. ആദ്യം എല്ലാവരും അലൈൻ ചെയ്താൽ മതി. സുരഭി ഓരോരുത്തർക്കായിട്ട്. ഓക്കെ, ഞാൻ മെലിഞ്ഞു പോയതിലുള്ള ഒരു സങ്കടം ചേച്ചി ഇതിൻ്റെ ഇടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാരമില്ല. അടുത്തതായിട്ട് സുരഭിയാണ്. അപ്പം ഓരോരുത്തർക്ക് വേണ്ടിയുള്ള മെഡൽസ് നമുക്ക് ഇട്ട് കൊടുക്കാം. സുരഭി റെഡി? നല്ലൊരു കൈയടി നൽകാം. റോയൽ ഡയറി ആൻഡ് ഐസ്ക്രീം ആണ് നമുക്ക് വേണ്ടി ഇവിടെ ഉള്ളത്. Music little more up. Left to the right, front to the back, reach for the sky, let me see you bounce. If you came to party, I'll help you out. Come on everybody, get ready now. പ്രശംസാപത്രമാണ് സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. യെസ് സർ, പ്ലീസ് സെന്ററിൽ പോയിട്ട്, അല്ല ഒരുമിച്ച് കൊടുക്കുകയാണ്. സെന്ററിൽ പോയിട്ട് സാർ ചെയ്താൽ മതി. സെന്ററിൽ പോയിട്ട് വി വിൽ ഡു ഇറ്റ്.
സുരഭിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ റോയൽ ഡയറി ആൻഡ് ഐസ്ക്രീമിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രശംസാ പത്രമാണ്. പ്രശംസാ പത്രം സമർപ്പിക്കുകയാണ്. HHYS ഇൻഫ്രാമാർട്ടിന് വേണ്ടി അബ്ദുൾ മനാഫ് ആണ് നൽകുന്നത്. യെസ്, എല്ലാവർക്കും ഒരുമിച്ച് അത് ഏറ്റുവാങ്ങാം. അടുത്തതായി കേരള വിഷന് വേണ്ടിയുള്ള ക്യാഷ് പ്രൈസ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകുകയാണ്. കേരള വിഷന് വേണ്ടിയുള്ള ക്യാഷ് പ്രൈസ് ഞങ്ങൾ ഇവിടെ നൽകുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ലെഫ്റ്റ് സൈഡിൽ കൂടി എക്സിറ്റ് ആകാം. ലെഫ്റ്റ് സൈഡിൽ കൂടി സർ ക്യാൻ ബി ഹിയർ. സർ ക്യാൻ. ഞങ്ങളുടെ സുരഭിക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. സാധാരണ നമ്മൾ പറഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വലിയ നായികമാരിൽ ഒരാളാണ്. അപ്പം ഇനിയും ഇതുപോലെ തന്നെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ബിഗ് സ്ക്രീനിലൂടെ ഞങ്ങളുടെ സുരഭിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനി മോർ ടു ആഡ് ഓൺ ഡാർലിംഗ്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ എത്താൻ പറ്റിയതിലുള്ള നന്ദി അറിയിക്കുന്നു. അത് കേരള വിഷൻ്റെ MD-യോടും അതോടൊപ്പം കുടുംബശ്രീയുടെ എല്ലാ ഭാരവാഹികളോടും സ്പോൺസേഴ്സിനോടും ഇവിടെ എത്തിച്ചേർന്ന ഇന്ന് ഈ ഒരു വേദി ഉണ്ടാവാൻ കാരണം ഈ നാട്ടിലുള്ള സ്ത്രീകളാണ്, ചേച്ചികളാണ്. നമ്മളാരും തളർന്നു പോകുന്നവരല്ല. തളർന്നു പോയാലും നമുക്ക് പിടിച്ചു കയറാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം കാണിച്ചു തരും. ആ ഒരു വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം എനിക്ക് എന്നെക്കുറിച്ചേ പറയാൻ പറ്റൂ. നരിക്കുനി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിലേക്കൊക്കെ എനിക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എവിടെയൊക്കെയോ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് കുതിച്ചു പോകുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനുള്ളൊരു ഹാർഡ് വർക്കാണ് ഇന്നിവിടെ ഒരു അവാർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനിയും ഉയരങ്ങൾ താണ്ടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നന്ദി. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. സുരഭി പറഞ്ഞ പോലെ തളർന്നു പോകേണ്ടവരല്ല, വളരേണ്ടവരാണ്. അപ്പം വളർന്നുകൊണ്ടേയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്ധനമാണ് ഈ ഒരു വേദിയിലൂടെ ഞങ്ങൾ നൽകുന്നത്. ഞങ്ങളുടെ 4ാമത്തെ അവാർഡിലേക്ക് കടക്കുകയാണ്. ഇത് നൽകാനായിട്ട് ഞങ്ങളുടെ ഐശ്വര്യനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഫോർവേഡ്. ഞങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഐശ്വര്യനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്കറിയാം ഇന്ന് മലയാളത്തിൻ്റെ മിനി സ്ക്രീനിലായിക്കോട്ടെ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ രംഗത്തായിക്കോട്ടെ സെൻസേഷനായി മാറിയ ഞങ്ങളുടെ നായികയാണ്. ആൻഡ് ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് ഞങ്ങളുടെ ഏഷ്യാനെറ്റിലെ റേറ്റിംഗ് ചാർട്ട്സിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സീരിയലിലെ നായിക വസന്തം കൂടിയാണ് ഞങ്ങളുടെ ഐശ്വര്യ. ഐശ്വര്യ ഒരു ഊമയായിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് പലരും വിചാരിക്കുന്ന ഐശ്വര്യയുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അസലായിട്ട് സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഐശ്വര്യ. ഐശ്വര്യ ഇന്ന് എന്താണ് പറയാനുള്ളത്? വി ക്യാൻ ബി ഓൺ ദ സെന്റർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് വിളിച്ചിട്ട് സംസാരിക്കണം പറഞ്ഞാൽ എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ വന്നതിൽ വളരെ സന്തോഷമാണ്. ഈ പരിപാടിയൊക്കെ കാണുന്നത്, ഇവിടെ വരുന്നത് വരെ എനിക്ക് എന്ത് അവാർഡിന് എനിക്ക് മനസ്സിലായില്ല. ഈ കുടുംബശ്രീ അവാർഡെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയായിരിക്കും ഒന്നും പിടികിട്ടിയില്ല. പക്ഷേ മലയാളം അറിയില്ലല്ലോ, ആ വാക്ക് എന്താണെന്ന് അറിയില്ല. ഇവിടെ വന്നിട്ട് കണ്ടപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. സോ വളരെ ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും ഐശ്വര്യ ബേസിക്കലി എനിക്ക് തമിഴിയൻ ആണ്. യു ആർ തമിഴിയനാണ്. തമിഴ് ആയതുകൊണ്ടാണ് ഐശ്വര്യ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചേച്ചിമാർക്ക് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ നല്ല തമിഴില്, നല്ല തമിഴില് ഇങ്ക വന്ന് എന്നെ പേസണമെന്ന് നീങ്ക സൊല്ലുങ്ക അമ്മ. എന്ത് വേണമെങ്കിലും തമിഴില് നിങ്ങൾക്ക് വന്ന് 2 വാർത്ത നല്ല രീതിയിൽ വന്ന് ഏതാവത് സംസാരിക്കാൻ മുടിയുമോ? ഞങ്ങൾക്കുള്ള நல்ல தமிழ்ல பேச சொன்னா நல்லா பேசுவேன். டக்குன்னு மலையாளத்தில் வந்து பேசுங்க அப்படின்னோடனே எனக்கு என்ன பேசுறதுன்னு புரியல. ஸோ நான் தமிழ்ல பேசினா அவங்க எல்லாருக்கும் புரியும் சொன்னீங்கன்னா நான் பேசுறேன். இந்த എല്ലാ ചേച്ചിമാരെന്താ പറയുന്ന? അൻപ് തായ്മാരോ? ഇല്ല, അക്ക, അമ്മ. ഓക്കെ, ഞങ്ങളിവിടെ അക്കന്മാരെന്ന് ഞങ്ങൾ അധികം പറയാറില്ല. കാരണം ഇപ്പോഴൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഞാനൊക്കെ ഒരു അക്കനായി എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ചേച്ചിമാരെ കാണുമ്പോൾ എന്താണ് വാട്ട് യു ഹാവ് ടു സേ? തമിഴിൽ പേസിയാ പോതും. நான் சொன்ன மாதிரி பார்க்குறப்போ ரொம்ப சந்தோஷமா இருக்கு. உங்களோட ஏவியெல்லாம் பார்க்குறப்போ ரொம்ப ஹாப்பியாக இருக்கு. இனியும் எல்லாரும் முன்னோட்டு போகணும். അതുപോലെയാണ് ഞാനും മുന്നോട്ട് പോകണം. ഓക്കെ, കുടുംബശ്രീ ചേച്ചിമാർക്ക്
കുടുംബശ്രീ ചേച്ചിമാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഞാൻ പറയാം. ആ, കുടുംബശ്രീ ചേച്ചിമാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധമായ ആശംസകൾ നേരുന്നുണ്ട്. സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും ഐശ്വര്യ നമുക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഐശ്വര്യയോടൊപ്പം തന്നെ മെഡലാണ് ഐശ്വര്യ നൽകാൻ പോകുന്നത്. യെല്ലോ ക്ലൗഡ് നൽകുന്ന പ്രശംസാപത്രം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ദിൽഷാദ് ഡയറക്ടർ ആൻഡ് അനിൽകുമാർ ജനറൽ മാനേജർ ഫോർ ഡിമോസ് ഫർണിച്ചർ എന്നിവരെ കൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ കേരള വിഷന് വേണ്ടിയുള്ള ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ CEO ആയ മിസ്റ്റർ സാജൻ എസ് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിലെ കരകൗശല രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ്. ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നു ഒരുമ തഴപ്പായ യൂണിറ്റ് തഴവ. നമുക്ക് ആദ്യം അവരുടെ പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കാം. തഴപ്പായ നിർമ്മാണം കൈത്തൊഴിലായി സ്വീകരിച്ച് ജീവിത സന്ധാരണം നടത്തിയിരുന്ന ഗ്രാമീണരുടെ നാടാണ് തഴവ. 2018 തഴവയിലെ 10 സ്ത്രീകൾ ചേർന്ന് പൈതൃക കരകൗശല റൂറൽ ആർട്ട് ഹബ്ബ് പ്രൊജക്ട് ആയി ഒരു തഴപ്പായ നിർമ്മാണ യൂണിറ്റിന് തുടക്കം കുറിക്കുന്നത്. കൈതോല കൊണ്ട് ഇവർ നെയ്യുന്ന പായക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. തലമുറകളിലൂടെ കൈമാറി വന്ന ഈ കരകൗശല വിദ്യ ഇവരുടെ ഉപജീവന മാർഗം മാത്രമല്ല, ഇന്നലകളുമായി ഇവരെ ചേർത്ത് നെയ്തിരിക്കുന്ന കണ്ണികൂടിയാണ്. കൈതോല അറുത്തെടുത്ത് മുള്ളുകളഞ്ഞ് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ടുവച്ച് വെയിലിൽ ഉണക്കിയെടുത്ത് ആവശ്യമുള്ള നിറങ്ങൾ നൽകി ലെയറുകളായി മടഞ്ഞെടുക്കുന്ന അത്യധികം ക്ഷമയും അധ്വാനവും സമയവും ആവശ്യമായി വരുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടുതന്നെ ഈ പായകൾക്ക് അല്പം വിലയും കൂടുതലാണ്. തഴപ്പ, യോഗ മാറ്റ്, തടുക്ക്, ടെമ്പിൾ മാറ്റ് എന്നിവയുടെ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവരുടെ വൈദഗ്ധ്യം. ഹാൻഡ് ബാഗ്, ഓഫീസ് ബാഗ്, പെൻ ഹോൾഡർ, വിവിധ രൂപത്തിലും വലിപ്പത്തിലുമുള്ള ബോക്സുകൾ, വേസ്റ്റ് ബിൻ തുടങ്ങി 50ലേറെ മനോഹരമായ കരകൗശല ഉൽപ്പന്നങ്ങളും ഇവർ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുമ്പോഴും ഒരു കാലത്ത് ഈ ഗ്രാമത്തിന്റെ പ്രധാന ഉപജീവന മാർഗമായിരുന്ന തൊഴിലിനെ സംരക്ഷിച്ചു നിർത്തുക എന്ന ദൗത്യം കൂടിയാണ് ഇവർക്കിത്. അഭിനന്ദനങ്ങൾ. സോ അവരിതാ വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. ഒരുമ ടീമിനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് നൽകാൻ പോകുന്നത് ഐശ്വര്യാണ്. യെസ് പ്ലീസ്, ചേച്ചിമാർക്ക് മുന്നോട്ട് വരാം. യെസ് സർ, ഓരോരുത്തരായിട്ട് വരാം. നമുക്ക് ആദ്യം മെഡൽസ് വാങ്ങിക്കാം. ഓരോരുത്തരായിട്ട് മെഡൽസ് ശേഷം. അടുത്തതായി പ്രശംസാ പത്രമാണ് നമ്മൾ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഐ കാൻലി റിക്വസ്റ്റ് ബോത്ത് ഓഫ് ദം ടു ഡു ദി ഓണേഴ്സ്. സോ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഇതാ പ്രശംസാ പത്രം നൽകുകയാണ്. ഒരുമ തഴപ്പായ യൂണിറ്റ് തഴവയാണ് ഇവിടെ ഇതാ ഞങ്ങളുടെ 4ാമത്തെ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. ഇനി കേരള വിഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ് കൂടി ഞങ്ങളിവിടെ ഇതാ നൽകാൻ പോവാണ്. യെസ് സർ, കേരള വിഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ് ആണ്. Thank you so much.
എല്ലാവർക്കും ഇടത് സൈഡിലൂടെ എക്സിറ്റ് ആകാം.